1841 ഡിസംബർ 8 അദ്ദേഹം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായി ചെല്ലുമ്പോൾ അവിടുത്തെ ദേവാലയ ശുശ്രൂഷി ബർത്തലോമിയോ ഗരേല്ലി എന്ന് പറയുന്ന ഈ ഒരു ബാലനെ ശകാരിക്കുന്നത് കണ്ടപ്പോൾ ഡോൺ ബോസ്കോ ആ ദേവാലയ ശുശ്രൂഷയോട് ചോദിച്ചു, എന്താണ് കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവൻ ഇവിടെ കുർബാന കൂടാനായിട്ട് സഹായിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. ഡോൺ ബോസ്കോ അവനെ അടുത്ത് വിളിച്ചു, അവനോട് ചോദിച്ചു അവൻ്റെ പേരെന്താണ്. അതിനുള്ള മറുപടി അവൻ പറഞ്ഞു, ബർത്തലോമിയോ. അവന് മാതാപിതാക്കളുണ്ടോ? ഇല്ല. അവൻ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ മറുപടികളും ഇല്ല ഇല്ല എന്നുള്ള മറുപടി കേട്ടപ്പോൾ ഡോൺ ബോസ്കോ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ചൂളം വിളിക്കാൻ അറിയാവോ? അവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അതെനിക്കറിയാം. ഡോൺ ബോസ്കോ അവനോട് ചൂളം വിളിക്കാൻ ആവശ്യപ്പെട്ടു. ഡോൺ ബോസ്കോയും അവൻ്റെ കൂടെ കൂടി. ആ ഒരു സൗഹൃദത്തിൽ നിന്നാണ് ആദ്യത്തെ ഭവനം അനാഥനായ ബർത്തലോമിയോ ഗരേല്ലിക്ക് വേണ്ടിയിട്ട് ആദ്യം ആരംഭിക്കുന്നത്. അതിനെ തുടർന്ന് തെരുവിലുള്ള കുറേയേറെ കുട്ടികളെ ഡോൺ ബോസ്കോ അവിടെ കൊണ്ടുവന്നു. അത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടം. ഒത്തിരിയേറെ യുവജനങ്ങൾ ടൂറിൻ നഗരത്തിൽ ജോലി അന്വേഷിച്ചു വരുന്ന ഒരു സമയം. ഈ കുട്ടികളുടെയൊക്കെ ആത്മീയ കാര്യങ്ങളിൽ അവരെ സഹായിക്കാനും അവരോടൊപ്പമായിരിക്കാനും ഡോൺ ബോസ്കോ പ്രത്യേകമായിട്ട് ആഗ്രഹിച്ചു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഈ ഡോൺ ബോസ്കോ ആരംഭിച്ച ആദ്യത്തെ ഓറട്ടറി. അവിടെ കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം കളിക്കാനായിട്ട് ചെലവഴിക്കുക, കളിയുടെ അവസാനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് അവരെ ഒരുമിച്ച് ചേർക്കുക. ആ ഒരു മാർഗത്തിലൂടെയാണ് ഡോൺ ബോസ്കോ ഈ കുട്ടികളെയും യുവജനങ്ങളെയും നേടിയെടുത്തത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്.